ഇന്ന് വിഷു സദ്യ സീരീസിൽ റെസിപ്പി നമ്പർ 8 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബീട്രൂട്ട് പച്ചടി. അപ്പോൾ അതെങ്ങനെയാണ് സദ്യയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുക, ആ ഒരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലൊരു ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്ററിൽ ഇട്ടിട്ട് തിന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അരപ്പിനായിട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ നാളികേരം, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ഉണ്ടാട്ടോ, ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും ഒരു ചീനച്ചട്ടിയിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഇങ്ങനെ മൊരിച്ച് അങ്ങനെ എടുക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണവർ, അല്ലെങ്കിൽ ഒന്നൊന്ന് വാടി കിട്ടണവർ നമുക്കൊന്നത് വാട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്കൊരു 1/4 ടീസ്പൂണോളം പൊടിയുപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം പച്ചമുളകൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം അതൊന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഒട്ടും കട്ടകളില്ലാണ്ട് തന്നെ അരച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകും കൂടിയും ചേർത്തിട്ടുണ്ട്. കടുകും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ബീട്രൂട്ട് ഒന്നങ്ങനെ നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ നാളികേരത്തിൻ്റെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് അങ്ങനെ കിടന്നൊന്ന് തിളക്കട്ടെ. കാരണം ആ നാളികേരത്തിൻ്റെ ഒരു പച്ചമണക്കം മാറി വരട്ടെ കേട്ടോ. കാരണം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഒരുപാട് തിളപ്പിക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുള്ളൂ. അപ്പോൾ നാളികേരത്തിൻ്റെ പച്ചമണക്കം ഈ ഒരു ടൈമിൽ മാറ്റി കിട്ടണം. അതുപോലെ ഒരു 2 മിനിറ്റ് തന്നെ മതിയാവും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാനിതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ചേർത്തിട്ട് കണ്ടില്ലേ, 2 മിനിറ്റോളം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അതിൻ്റെ ഒരു വെള്ളം വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് അതിൻ്റെ പച്ചമണക്കം മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് നമ്മുടെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒരു 1/2 കപ്പോളം തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കട്ടകളൊക്കെ ഒരു വിസ്ക് ഉപയോഗിച്ച് കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ള തൈരാണ്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഒരുപാട് തിളയ്ക്കുന്ന വേണം. ജസ്റ്റ് കണ്ട 4 പുറത്തുനിന്ന് തള വന്ന് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകും കൂടി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 2-3 വറ്റൽമുളക് അതിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു താളിപ്പ് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ല, അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുൻപ് ഒരു തവണ ഞാൻ ബീട്രൂട്ട് പച്ചടി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ബീട്രൂട്ട് വേവിച്ചിട്ട് അരച്ചെടുത്തിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് 2 രീതിയിൽ ഉണ്ടാക്കിയാലും നല്ലൊരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ വിഷുസദ്യയിൽ ഈ രീതിയിൽ ബീട്രൂട്ട് പച്ചടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നാളെ വീണ്ടും വിഷുസദ്യ സീരീസിലെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.